കുളിക്കോ ചേച്ചി എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? മോനെ കേശു, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ഈ കാര്യം മോൻ തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചേച്ചി ഇതിന് ഒഴിവാകുക. കൊള്ളാം ചേച്ചി. ഇത്രയും കാലവും ഉള്ള എല്ലാ കാര്യത്തിനും എന്റെ ഈ കൂടെ നിന്നിട്ട് കുതികാലം വിട്ടണല്ലേ ചേച്ചി? എടാ എടാ എടാ, എനിക്കൊരു കുടുംബം ഉണ്ടടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഴിപ്പുള്ളത്തേക്കു. നല്ല ഐഡിയ. കുഴപ്പമുള്ളത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് മെല്ലനെ കൊണ്ട് അങ്ങോട്ട് പോയാലേ. എങ്ങോട്ട്? കുഴപ്പമുള്ളത്തോട്ട്. സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർക്കാൻ നിൽക്കുന്ന അനിയാ. നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? മനസാക്ഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. ചേച്ചി ഈ ഞാൻ നാട് വിട്ടല്ലേ. അപ്പൊ മെർലിനാ? മെർലിൻ മെർലിൻ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളൊക്കെ നാത്തൂനും ആയില്ലേ? അപ്പൊ നിങ്ങളങ്ങ് ഒത്തങ്ങ് പോ, ഞാൻ പോക്കോളാം. ഞാൻ പോ. കേശു, ചേച്ചി ഒരു കാര്യം പറയാം. നിന്റെ പ്രായം വളരെ ചെറുതാണ്. എടാ, നീ ആവശ്യത്തെ വള്ളി കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്താ? അവിടെ നിന്റെ പഠിത്തം പോവില്ല. നീ അവസാനം വല്ല ജയിലും കിടക്കേണ്ട വരും. ആ മെറിലടങ്ങി നിനക്ക് കിട്ടുപോയില്ല. അല്ലെങ്കിൽ തന്നെ അതിനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതിനങ്ങനെ കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നിന്റെ ജീവിതം പോയി. എന്ത് കേച്ചിന്ന്? എടാ, അതിനൊന്നും വീട്ടിൽ അതിനെ വിടുന്ന കാര്യമല്ലേ പറഞ്ഞേ? ആ ശരിയാണല്ലോ. ആഹാ, നിങ്ങൾ ഇവിടെ വന്ന് നിക്കുക. നിങ്ങൾ വന്ന ഞാൻ കണ്ടില്ലല്ലോ. ഓ, കാണാതെ വന്ന് നിന്നായിരിക്കും അല്ലേ? അല്ല, എന്തായി? എന്തായെന്ന് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? മൂത്തൊരാളോട് നിക്കല്ലേ, ചേച്ചി നിൽക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയണ, ചേച്ചി എല്ലാ പ്ലാനും പ്ലാൻ ചെയ്തില്ലേ ചേച്ചി? മെറിലിനെ കൊണ്ടുപോയി വീട്ടിൽ വിടുവല്ലേ ചേച്ചി? ഞാൻ ഇപ്പൊ വീട്ടിൽ വിടും. വീട്ടിൽ വിടൂലേ? കൊണ്ട് വിടുവല്ലേ ഇപ്പം? വീടിനകത്തേക്കൊന്നും ആക്കി തരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ആ ഗേറ്റ് വരെ ഒന്ന് ആക്കി തരാം. ഗേറ്റ് വരെ ആക്കി തരാന്ന്. മെറിലിനെ ഇപ്പൊ തന്നെ കൊണ്ട് ഗേറ്റ് വരെ ആക്കി തരാം. പോവല്ലേ? ഡാഡി ഇവിടെ നിപ്പുണ്ടാവും. ഞാൻ പോവില്ല. മെറിലിനെ മാർക്കടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചെയ്തത് എടുത്തു ചാട്ടമാണ്. അതിന് ഈ ലച്ചു കൂട്ട് നിക്കില്ല. ഓ, ലച്ചു ചേച്ചി നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? ഞങ്ങള് രണ്ടുപേരും ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ലച്ചു ചേച്ചിയാ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അതിന്റെ കാരണക്കാരി ചേച്ചിയാന്ന് ഞാൻ ആര് ചോദിച്ചാലും പറയുള്ളൂ. അതവിടെ നിക്കട്ട്. മാറ്. സാന്തു പറഞ്ഞിപ്പോ എന്താ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേ തുടങ്ങിയാലെന്നാ? തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചെന്നാ? എന്താ തീരുമാനം? എന്തോ തീരുമാനം? എന്താ തീരുമാനോടി? അടുത്ത നിങ്ങളുടെ 3 പേരുടെ പ്ലാൻ എന്താന്ന്? 3 ഇല്ല, ഈ 2 ഉള്ളു. മൂന്നാമത്തെ ആള് കട്ട്. ചേച്ചി, ഇവരെ കൺട്രോൾ ചെയ്യാനും അനുഗ്രഹിക്കാനും മൂത്തെന്ന നിലയിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. ഇവര് രണ്ടുപേരും നല്ല ടെൻഷനിലാ ചേച്ചി. ടെൻഷനില്ല? ആര് ടെൻഷനില്ലെന്ന്? ചേട്ടാ, ഇപ്പോഴാണ് ധൈര്യം കാണിക്കേണ്ടത്. മെറിലിനെ, ചേച്ചി ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. അമ്മയുടെ സ്ഥാനത്ത് അമ്മ എങ്ങനെ അവിടെ തല്ലിക്കൊല്ലും? എന്താണ് ഈ കൊച്ചു കാണിക്കണേ? അനുഗ്രഹിച്ച കൂടെ വന്നപ്പോ തന്നെ നാത്തൂനെന്ന് പറഞ്ഞ തലയിലല്ലേ വെച്ചേ കൂടെ. രണ്ടു കഴിഞ്ഞിട്ട് എന്റെ തലയൊക്കെ കറങ്ങണ്. എന്തെങ്കിലും ഡീൽ ചെയ്തിട്ടാ ഞാന് അകത്തെങ്ങാനും കാണും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.